ഫ്രണ്ട്സേ ബുള്ളറ്റുമാനാണ് എൻ്റെ കൂട്ടത്തിലൊരാളങ്ങനെ കാണുന്നങ്ങൾ. ഇയാൾക്ക് കുറുവാസംഘമായിട്ട് യാതൊരു എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഒരു വീഡിയോ കാണട്ടോ, ഇങ്ങോട്ട് ബാക്കിയൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുറുവാസംഘ തലവനെയൊക്കെ നമ്മൾ കണ്ടില്ലേ. മോളൂസാണ് ഭക്ഷണം കഴിക്കാത്തപ്പോൾ അമ്മച്ചി എന്താ പേരെന്തേലും ഷാഹിനാണ് കുറുവാസംഘത്തിനെ വിളിച്ചു വരുത്തിയത്. സംഘത്തലവനാണ് ഇരിക്കണത്. മോൻ്റെ പേരെന്താ? ആഹിലോ? ഓക്കെ. പിന്നെ ആഹിലിൻ്റെ ശരി നിങ്ങളെ മോനല്ല അല്ല, നാത്തൂനാണ് കേട്ടോ. അത് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു. ഞാൻ കരുതിയത് ഇവര് ബ്രദറും സിസ്റ്ററൊക്കെ ആയിട്ടുള്ളൊരിതാണെന്നാണ്. സത്യത്തിൽ പഴയ കാലത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാഞ്ഞാലേ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ കൊത്താമ്പി വരും, അല്ലെങ്കിൽ പൂച്ച വരും, കാടൻ പൂച്ച വരും, പിന്നെ കള്ളന്മാർ വരും, പിടിച്ചുകൊണ്ടാകാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അതാ കുറുവാസംഘം വന്നതോടുകൂടി കുറുവാസംഘത്തെ കണ്ടിട്ടാണ്. പക്ഷേ ആ കുറുവാസംഘത്തിൻ്റെ തലവനാണ് തോക്കൊക്കെ ഒരു വടിയൊക്കെ ആയിട്ട് നിൽക്കണത് കണ്ടത്. മോൻ എത്രയിലാണ് പഠിക്കണപ്പോൾ? 1ാം ക്ലാസ്സിലോ? എവിടെ സ്കൂളിൽ? ഇസ്ലാഹിയുടെ മലപ്പുറത്ത് ഇസ്ലാഹിയല്ലേ? ഓക്കെ സോറി, ഞാൻ മറന്നു. പിന്നെ 1ാം ക്ലാസ്സിലല്ലേ? മോളൂസിന് എത്രയായി? 2 വയസ്സ്. മോളൂസേ പേരെന്തേനു? നിങ്ങളെന്താ ചെയ്യണ്? PG. ഓൻ്റെ ഉപ്പച്ചി ഇവിടെ ഉണ്ട് അല്ലേ? ഉപ്പോടെ ഉണ്ട്. എഞ്ചിനീയർ ആണ്. ഇവന്റെ മോൻ്റെ ഉപ്പ സൗദിയിലാണ്. അപ്പോൾ ഇവർ ഇവിടെ നിങ്ങളവിടെ ആയിരുന്നോ? നാട്ടിലുണ്ട്. ആള് സകല ഇപ്പൊ സൈലന്റ് ആണെങ്കിലും കൂടിയിട്ട് ഒരു സകലകല വല്ലവരാണല്ലേ? ശരിക്കും ഒരു പ്രിപ്പറേഷൻ എന്താ പറയാ, തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ ഇല്ല. സംഭവം എന്ന് വെച്ചാല് ഇവന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഉഷാറാണ്. ഇവന് സ്വന്തം ഡ്രസ് എടുത്ത് ഒരു മുണ്ടെടുത്ത് ഈ കുറുവാസംഘത്തിന് യൂട്യൂബിലൊക്കെ കണ്ടിട്ടായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ ഓന് ഫുൾ പ്രിപ്പയർഡ് ആയി. ആള് റൂമിലേക്ക് വന്ന് കാണിച്ചു തരാനും വേണ്ടിട്ട് ഞങ്ങൾക്ക്. അപ്പോ എന്താ പറയാ, അങ്ങനെ റൂമിലേക്ക് വന്നപ്പോ ഞാൻ ഇവക്ക് ഫുഡ് കൊടുക്കായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു അന്നീ ഒന്നും കൂടെ വാ, നമുക്ക് ഒരു വീഡിയോ റെഡിയായി വന്നതാണ് ആള്. മോനെ കേട്ടോ കുറുവാസംഘത്തിനെ കുറിച്ച്? എന്താണ് കുറുവാസംഘം തന്നെ? എന്താ? കള്ളന്മാര് അല്ലേ? നമ്മളെ വീട്ടിലൊക്കെ പിന്നെ കയറിയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക അല്ലേ? പിന്നെ നമ്മളെ പേടിപ്പിക്കാനൊക്കെ വരിക അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. കണ്ടിട്ടോ TV-ലൊക്കെ കുറുവാസംഘത്തിനെ? അവരെടുത്തവരറിയോ? ഏത് നാട്ടിലവരറിയോ? ഇല്ല, തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക വിഭാഗമാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടോ. എനിക്കും അറിയില്ല എൻ്റെ കാര്യങ്ങളൊക്കെ. ഇവർ പിന്നെ മോഷണം നടത്തുകയാണ്, നമ്മൾക്ക് പിന്നെ അപായപ്പെടുത്തിയിട്ട് മറ്റു മറിച്ചൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ നാടകത്തിന്റെ നിർമ്മാതാവ് കേട്ടോ. നാടകമല്ല, ശരിക്കും ഒരു നാച്ചുറാലിറ്റി ആണ് ശരിക്കില്ലേ? കരയത്തിട്ടോ. കുറുവാസംഘം വരും. ഉമ്മച്ചി എങ്ങനെ പേടിപ്പിച്ചിരുന്നത്? എങ്ങനെ വരിക? പിന്നെ അപ്പൊ ഇതാണ് മോളൂസിന്റെ ഒപ്പം അല്ലേ? പിന്നെ ആഹിൽ, എന്താ പേര്? ആഹിൽ. ഞാൻ ആദ്യമായിട്ടാണ് ആഹിൽ എന്നെ പേരൊക്കെ കേൾക്കുന്നത് ശരിക്ക്. പിന്നെ ആഹിൽ അഹിൽമാൻ സ്കൂളിൽ എവിടെയെങ്കിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? 1ാം ക്ലാസ്സിന്ന് എന്തിന്? LKG UKG ഒക്കെ പോയിട്ടുണ്ടോ? ഹെയർ സ്റ്റൈലൊക്കെ നോക്കിയാ നിങ്ങൾ? ഒന്ന് കുളിക്കുക, തലേന്ന് കുളിക്ക്. വാവ്. പിന്നെ മോന് വലുതായിട്ട് എന്താവാൻ ആഗ്രഹം ശരിക്കും? ഇങ്ങനെ അഭിനയിക്കാനോ, സിനിമ നടനോ? പൈലറ്റോ? പിന്നെ കുറച്ച് കാലമായിട്ട് പൈലറ്റിന് എല്ലാവരും പറയാം അങ്ങനെ ആയിപ്പോയി അല്ലേ? പൈലറ്റിൽ ഇപ്പൊ ആരെ പൈലറ്റ് ആവാൻ താല്പര്യം എന്താ കിട്ടിയത്? അപ്പോ ഇപ്പൊ ഒരു ജുമാന മോളെ കണ്ടിട്ടാണോ വീഡിയോ കണ്ടിനി? മോളെ ശരിക്കല്ലേ പേരെന്താ? ഫുൾ പേരെന്താ? അല്ല, പൈലറ്റ് ആവാനുള്ള ആ പേര്. വീഡിയോ കണ്ട മോളെ പേരെന്താ? ആ ഒരു മോളെ പേരില്ലേ? മറിയം ജുമാന? ഓർമ്മയില്ലല്ലേ? ഇല്ല. ഓക്കെ.
പിന്നെ എന്താ ചെയ്യുന്ന പേരെന്തേനു? എൻ്റെ പേര് അഫ്സല്. അഫ്സല്. നമ്മളിതുവരെ സ്ഥലം പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ എന്താണ് മലപ്പുറം ജില്ലയിലെ പിന്നെ മലപ്പുറത്തിനടുത്ത് ഈ കോണോമ്പാറ സലാത്ത് നഗറിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഉള്ളത് ഒരു വീട്. ഞാൻ 1-2 ദിവസമായി ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് കേട്ടോ. നിങ്ങൾ റീപ്ലൈ തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ നോക്കുമ്പോൾ ഫോളോ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പിന്നെ എന്താ പറയുക, നിങ്ങളാ വീഡിയോ ഏതൊരു വീഡിയോ എടുത്തിട്ട് ഓൾഡ് വീഡിയോ എടുത്തിട്ട് കമൻറ്റ് ഇട്ടീന്. പക്ഷെ അത് നിങ്ങൾ കണ്ടിട്ടില്ല. ഒന്നാമത് നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ മുന്നേ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉണ്ട്. ഇപ്പൊ ഞങ്ങളൊരു ചാനലുണ്ട്, ഷാഹിൻ അഫ്സൽ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊരു ചാനലുണ്ട്. അതില് കൂടുതൽ വീഡിയോ ഇവന്റെ തന്നെയാണ്. ഇപ്പൊ ഇങ്ങനെ ഓരോ സത്യം ചെയ്യേണ്ട വീഡിയോ ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഇവളും ഇവനും പിന്നെ ഇവന്റെ താത്തയും പിന്നെ വല്യപ്പയും കൂടി ഒരു വീഡിയോ ഉണ്ട്. ഓലൊരു ചാർലി പറഞ്ഞൊരു വീഡിയോ. അത് ഭയങ്കര അതൊരു 1.7 മില്യൺ ആയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ മെയിൻ റോള് വൻ തന്നെയാണ്. അതിൽ നമ്മളെ വല്യപ്പയുണ്ട്, ഇവന്റെ വല്യപ്പയുണ്ട്. തരാം. അപ്പൊ അതാണ് സംഭവം. ഇനി ഇതുപോലുള്ള പിന്നെ മറ്റു റോളുകളും സംഘങ്ങളൊക്കെ പ്രതീക്ഷിക്കല്ലേ? അവന്റെ പുതിയ പോകുന്നുണ്ട് മൈൻഡ് അല്ലേ? ഓന് ക്രിസ്മസ് ആവുമ്പോ ക്രിസ്മസ് അപ്പൂപ്പനാവും, അങ്ങനെ ഓണാവുമ്പോ മാവേലിയാവും. എല്ലാ വേഷത്തിലും ഞങ്ങൾ ഉണ്ടാവലുണ്ട്. ഭാവിയിൽ ഒരുപാട് പ്രശ്നവേഷമൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അല്ലേ? ഒരു ആക്ടർ ആവുക നല്ലത് അങ്ങനെയാണെങ്കിൽ അല്ലേ? പഠിക്കാൻ എങ്ങനെ? പഠിക്കാനൊക്കെ ഉഷാറാണ്. ഇസ്ലാഹിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണല്ലോ അല്ലേ? ഓക്കെ. ബസ്സിനാ പോവാറൊക്കെ? ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എത്ര പിന്നെ രാവിലെ 10 to 4 അല്ലേ? മദ്രസും അതിന്റെ കൂടുതലുണ്ടോ? അതെ അല്ലേ? ഇപ്പൊ സ്കൂളിലൊക്കെ ഒരുപാട് ആളെ അറിയപ്പെടൂലേ? അങ്ങനെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? പേരെന്തെങ്കിലും വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ. കുർബാ സംഘത്തിന്റെ തലവനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ? അപ്പോത്തിന് സ്കൂള് പൂട്ടിയല്ലോ. അതൊന്ന് വൈറലായപ്പോത്തിന് സ്കൂള് പൂട്ടി. ഇപ്പൊ ഇവിടെ കുട്ടികൾ കളിക്കാൻ വരും, ഓല് വിളിക്കും, ഇന്നാണ് വിളിക്കണ്ടേ കുറവാ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പരിപാടി കേട്ടോ. ഇനി അങ്ങനെ ഒരുപാട് എന്താ പറയാ പിന്നെ വീഡിയോസ് ഒക്കെ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. എത്ര ലക്ഷം ആള് കണ്ടെന്നറിയോ വീഡിയോ? 50 ലക്ഷം. 5 മില്യൺ കഴിഞ്ഞു ഇൻസ്റ്റാഗ്രാമില് അല്ലേ? ഓക്കെ. അപ്പം ഇനി നമ്മളെ വീഡിയോസ് എല്ലാവരും പിന്നെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ കുർബാ സംഘത്തിനോടൊക്കെ വിട പറയാണ്, സമയമായി. മോളൂസേ ഹായ് പറഞ്ഞേ. മാമനൊരു ഹായ് പറഞ്ഞേ. അപ്പൊ ഹായ്വനെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു.